ഹലോ. പതിവ് പോലെ തന്നെ ഒരു വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കുക്കിങ്ങിന് വേണ്ടിയിട്ട് കിച്ചണിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ചായ വെക്കാനായിട്ടുള്ള കാര്യങ്ങൾ റെഡിയാക്കി. പിന്നെ ഇന്ന് ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കുക്കിംഗ് വിശേഷവും കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി റെഡിയാക്കുന്നത് നമ്മൾ ദോശയും അതുപോലെ തന്നെ തേങ്ങാ ചമ്മന്തിയുമാണ്. പിന്നെ അതിൻ്റെ കൂടെയായിട്ട് എഗ്ഗ് ഓംലെറ്റും റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ ചമ്മന്തിക്ക് വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് ചെയ്യുന്നത്. അപ്പോൾ പാനിലേക്ക് വളരെ കുറച്ച്, ചമ്മന്തിക്കൊക്കെ ആകുമ്പോൾ വളരെ കുറച്ച് കോക്കനട്ട് ഓയിൽ മതിയല്ലോ. അപ്പോൾ പാനിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു. അതിലേക്ക് ഒരു ഹാഫ് സവോളയും ഒരു 5-6 വറ്റൽമുളകും കൂടി ഒന്ന് വറുത്ത് കോരി മാറ്റുവാണ്. നമ്മുടെ ചായയിലപ്പോൾ നമ്മളിതാ മധുരവും അതുപോലെ തന്നെ തേയിലപ്പൊടിയും ഏലക്കയും ഒക്കെ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ വറുത്ത, അതായത് വറ്റൽമുളകും അതുപോലെ തന്നെ വറുത്ത സവോളയും കൂടി തേങ്ങയും ചേർത്ത് ഒരു കളറിന് വേണ്ടി കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമ്മുടെ ചമ്മന്തി നന്നായിട്ടൊന്ന് അരച്ചെടുത്തു. ഇനിയിപ്പോൾ ചമ്മന്തി താളിക്കൽ പരിപാടിയാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ കൊച്ചുള്ളിയും കറിവേപ്പിലയും കടുക്, ആദ്യം വെളിച്ചെണ്ണയ്ക്കകത്ത് കടുക് പൊട്ടിക്കുന്നു. വറുത്ത് കോരിയ ആ സെയിം പാനിൽ തന്നെ ആണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് കടുക് പൊട്ടിച്ചു. കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം കൊച്ചുള്ളി ചേർക്കുന്നുണ്ട്, കറിവേപ്പില ചേർക്കുന്നുണ്ട്, വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. അപ്പോൾ കൊച്ചുള്ളി കുറച്ച് കൂടുതൽ ചേർത്ത് നമ്മൾ താളിക്കുമ്പോഴത്തേനും ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ഐറ്റംസൊക്കെ ഒന്ന് മുറുകി വരുമ്പോഴത്തേനും നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യും. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണല്ലോ നമ്മൾ തേങ്ങ ചേർക്കുന്നത്. തേങ്ങ എന്ന് പറയുമ്പോഴത്തേനും ചമ്മന്തി ഒഴിക്കുമ്പോൾ തിളയ്ക്കണ്ട, ഒന്ന് ചൂടായി ആ പാനിൻ്റെ ചൂടിൽ തന്നെ ഒന്ന് ചൂടായി കിട്ടിക്കോളും. അപ്പോൾ ഞാൻ ഈ താളിയിൽ കഴിഞ്ഞപ്പോഴത്തേനെ നമ്മുടെ ഒണിയനൊക്കെ ഒന്ന് ബ്രൗൺ കളറായപ്പോഴത്തേനും ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. പിന്നെ അതിലേക്ക് ചട്നി ഒഴിച്ചു. എന്നിട്ട് കുറച്ച് ആവശ്യത്തിന്, വളരെ തിക്കായിട്ടാണ് ചട്നി റെഡിയാക്കിയത്. പിന്നെ കുറച്ച് ആവശ്യത്തിന് നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ച് അത് ലൂസാക്കി. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ സൈഡിൽ നിന്ന് നമ്മുടെ ചായയും റെഡിയാവുന്നുണ്ട്. ചായ ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിരിക്കുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ തേയിലപ്പൊടി ആ ചായയിൽ കിടന്നിട്ട്, ആ പാലിൽ കിടന്നിട്ട് തേയിലപ്പൊടി പതിയെ സ്ലോ ആയിട്ട് വെന്ത് വരുമ്പോഴത്തേനും ചായക്കൊരു പ്രത്യേക ടേസ്റ്റ്. നമ്മൾ വളരെ ധൃതിയിൽ ചായ വെക്കുന്ന ദിവസം ചായക്കൊരു അത്ര ടേസ്റ്റ് കിട്ടാറില്ല. അപ്പം വളരെ സ്ലോ ആയിട്ട് കുറച്ച് നേരത്തെ തേയിലപ്പൊടിയും ഏലക്കയൊക്കെ ഇട്ട് ലോ ഫ്ലെയിമിലിടുന്ന ദിവസം ചായക്ക് ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ അതിനുശേഷം നമ്മുടെ ദോശയ്ക്കുള്ള മാവ് ഒക്കെ ബാറ്ററൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും ലാസ്റ്റ് ആയപ്പോഴത്തേനും ഇപ്പോൾ ചെയ്യുന്നത് എഗ് ഓംലെറ്റാണ്. അപ്പോൾ എഗ് ഓംലെറ്റിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് വളരെ തിന്നായിട്ട് കട്ട് ചെയ്തിട്ടുള്ള കൊച്ചുള്ളിയും കുറച്ച് പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ മുട്ട സിംഗിൾ ഓംലെറ്റ് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷൻസ് എന്ന് പറയുന്നത്. വീക്ക് ഡേ ആണ്, ഓഫീസൊക്കെ ഉള്ള ഒരു ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓഫീസുള്ള ദിവസം കുക്കിംഗ് എന്ന് പറയുന്നത് കുറച്ച് ധൃതി പിടിച്ചിട്ടുള്ള കുക്കിങ്ങാണ്. നമ്മൾ സാറ്റർഡേ സൺഡേയിലൊക്കെ ഒരു റിലാക്സ് ചെയ്തിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കുക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലഞ്ച് കുക്ക് ചെയ്യുന്നത്. ഇത് വീക്ക് ഡേയ്സിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് വളരെ ധൃതി പിടിച്ചിട്ടുള്ള കുക്കിങ്ങാണ്. പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ദോശ, ഇക്കാക്ക് വേണ്ടിയിട്ടുള്ള ദോശ എന്ന് പറയുന്നത് നമ്മൾ ചുട്ട് കൊടുത്തു. ഇക്കാക്ക് വേണ്ടിയിട്ടുള്ള ദോശ, ഓംലെറ്റ്, ചട്നി, ചായ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ ഊഴമാണ്. അപ്പോൾ ഇക്കാക്ക് വളരെ തിന്നായിട്ടുള്ള നൈസ് ദോശയാണ് റെഡിയാക്കി കൊടുത്തത്. എനിക്ക് നമ്മുടെ തട്ടിൽക്കുട്ട് ദോശ, തിക്ക് ദോശ ഉണ്ടല്ലോ, അപ്പോൾ 2 ദോശ. അപ്പോൾ ദോശയും അപ്പമൊക്കെ ഉള്ള ദിവസം 2 എണ്ണമൊക്കെയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാറ്. അതുകൊണ്ട് തന്നെ കാസ്ട്രോളിലേക്ക് വെക്കാറില്ല. 2 ദോശയാണ്. അപ്പോൾ കാസ്ട്രോളും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ കിച്ചണിലെ എൻ്റെ ഡ്യൂട്ടീസൊക്കെ കഴിഞ്ഞു. അപ്പോൾ കിച്ചണിൽ നിന്ന് എല്ലാം ഡൈനിങ് ടേബിളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനുള്ള വിഭവങ്ങൾ എന്ന് പറയുന്നത്. നല്ല അടിപൊളി ചമ്മന്തി കേട്ടോ, കടുകൊക്കെ ഇട്ട് കൊച്ചുള്ളിയൊക്കെ ഇട്ട്. പിന്നെ നമ്മുടെ ചമ്മന്തിക്ക് വറ്റൽമുളക് വെച്ച് അരച്ച ചമ്മന്തിയാണ് എങ്കിൽ പോലും കുറച്ചും കൂടെ കളർ കണ്ടല്ലോ, കുറച്ചും കൂടെ ഒന്ന് കളർ കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പിഞ്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഒരുപാട് എരിവിൻ്റെ ആൾക്കാരല്ല, ഒരു ആവറേജ് എരിവിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് മുളക് പൊടി യൂസ് ചെയ്യുന്നത് കംപ്ലീറ്റ് കാശ്മീരി ചില്ലി പൗഡറാണ്. അത് നാട്ടിൽ നിന്ന് മില്ലിൽ കൊടുത്ത് പൊടിപ്പിച്ച് കൊണ്ടുവരും. നമ്മൾ ഏകദേശം ഒരു 5 കിലോളമൊക്കെ ചില്ലി പൗഡർ കൊണ്ടുവരും.
ചില്ലി പൗഡർ ആണെങ്കിലും മല്ലിപ്പൊടിയാണേലും മഞ്ഞപ്പൊടിയാണേലും പെരിഞ്ജീരകപ്പൊടി, ഗരം മസാല പൊടി, ഈ പറയുന്ന എല്ലാ സ്പൈസസും നമ്മൾ നാട്ടിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഇവിടെ സ്പൈസസ് പാക്കറ്റ്സ് പർച്ചേസിന് പോകുമ്പോൾ നമ്മൾ എടുക്കലില്ല. കാര്യം വെച്ചാൽ ഒരു പ്രാവശ്യം നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ നെക്സ്റ്റ് ടൈം നാട്ടിൽ പോകാറാകുന്നത് വരെ നമ്മുടെ കയ്യിൽ പൊടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതാ ഒരു കപ്പ് ചൂട് ചായയും 2 ദോശയും നന്നായിട്ട് തേങ്ങാ ചമ്മന്തിയും ഒഴിച്ചു, ഒരു എഗ്ഗ് ഓംലെറ്റും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ദോശ, ഇഡ്ഡലി, സാമ്പാർ, ചമ്മന്തി ഇതൊക്കെ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഇക്കാന്ന് പറയുന്ന അത്ര വലിയ ദോശ ലവറൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ദോശ ആഴ്ചയിൽ 1-2 ഒക്കെ എടുക്കും. എനിക്ക് ആഴ്ചയിൽ എല്ലാ ദിവസവും ദോശ കഴിക്കാൻ ഇഷ്ടമാണ്. പിന്നെ ഇക്കാക്ക് വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ ഇഷ്ടമാണ്. ഒരു എഗ്ഗ് ഓംലെറ്റൊക്കെ അടിച്ച് ഒരു നല്ല രീതിയിൽ ചട്നിയൊക്കെ അരച്ച് കൊടുത്താൽ ഇഷ്ടമാണ്. അപ്പോൾ അതിനുശേഷം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു മുസമ്പി, അത് വളരെ ചെറിയ പീസസ് കട്ട് ചെയ്തിട്ട് ഒരു മുസമ്പി അത് കഴിച്ചു. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഒരു കൊച്ചു ലഞ്ച് വിശേഷമുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ മോള് സാറ സ്കൂളിലൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേനും അത്യാവശ്യം വിശന്നിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ മാക്സിമം പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ചോറും കറിയൊക്കെ റെഡിയാക്കാറുണ്ട്. അപ്പം മക്കൾക്കായതുകൊണ്ട് തന്നെ വലിയ വിഭവസമൃദ്ധമായിട്ടുള്ള കറികളൊന്നും വേണ്ട. എന്തെങ്കിലും 1-2 കൂട്ടം കറികളുണ്ടെങ്കിൽ അവർ ഓക്കെയാണ്. എന്തെങ്കിലും അതുകൊണ്ട് തന്നെ കറികളിൽ എന്തെങ്കിലും ഒരു മെഴുക്ക് പുരട്ടിയോ അതുപോലെ തന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തോരനോ എന്തെങ്കിലുമൊക്കെ കറിയിൽ ഉൾപ്പെടുത്താൻ നോക്കും. പിന്നെ ഒരു പരിപ്പ് കറിയോ ഒരു മോര് കാച്ചിയതോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെയാണ്. അപ്പം മക്കൾക്ക് വേണ്ടിയിട്ട്, അതായത് മോൾക്ക് വേണ്ടിയിട്ടാണ് ലഞ്ച് മെയിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ലഞ്ചിന് ചോറ് മെയിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിൽ കുറച്ച് കൂടുതൽ ക്യാരറ്റ് ഇങ്ങനെ ഫ്രിഡ്ജിലിരിക്കുമായിരുന്നു. അപ്പോൾ ഇനിയും വെച്ച് കഴിഞ്ഞാൽ ആ ക്യാരറ്റ് ചീത്തയായിപ്പം. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ തന്നെ ക്യാരറ്റ് റെഡിയാക്കുന്നുണ്ട്. കാരണം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ക്യാരറ്റ് എന്ന് പറയുന്നത് ചോറിന് മാത്രമല്ല, എനിക്ക് ക്യാരറ്റ് മെഴുക്ക് പുരട്ടിയാണെങ്കിലും അതുപോലെ തന്നെ ക്യാരറ്റ് തോരൻ, ക്യാരറ്റ് എന്നല്ല എല്ലാ വെജിറ്റബിൾസും എനിക്ക് ചോറിന് മാത്രമല്ല നമ്മുടെ അപ്പത്തിന് ദോശയുടെ കൂടെ ആണെങ്കിലും അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ അത് തീർന്നോളും, ഞാൻ തന്നെ അത് കൂടുതലെടുത്ത് കഴിച്ചോളും. പിന്നെ മക്കൾക്ക് ഞാൻ കൂടുതൽ ഡയറ്റിൽ വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കും. അങ്ങനെ അപ്പോൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഞാൻ ക്യാരറ്റ് മെഴുക്ക് പുരട്ടുകയാണ്. അപ്പോൾ പാനിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, അതിലേക്ക് സവോള, ഒരു ഹാഫ് സവോള, പിന്നെ ഒരു 3-4 പച്ചമുളക്, കറിവേപ്പില എല്ലാം ഇട്ടു, ക്യാരറ്റ് ഇട്ടു, ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണ്. ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു നമ്മുടെ ക്യാരറ്റിന്. ഇനിയിപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. വളരെ സിമ്പിളായിട്ടുള്ള ക്യാരറ്റും മെഴുക്ക് പുരട്ടി. നമ്മുടെ ക്യാരറ്റിനൊരു മധുരം ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് എരിവും കൂടെ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു 3-4 പച്ചമുളക് ഞാൻ ചേർക്കുന്നത്. എൻ്റെ അളവിന് ഈ ഒരു ഗ്രീൻ ചില്ലി ഓക്കെ ആയിരുന്നു. പക്ഷേ മക്കൾക്ക് സാറയ്ക്ക് കുറച്ച് എരിവാന്നൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു. അപ്പോൾ മോളും കൂടെ കഴിക്കുന്നതുകൊണ്ട് ഞാനൊരു 2 പച്ചമുളകിലൊക്കെ നിർത്തേണ്ടതായിരുന്നു. പക്ഷേ ഞാനൊരു 4-5 പച്ചമുളകൊക്കെ ഇട്ടു. അപ്പോൾ ചെറിയൊരു എരിവ് മുന്നിൽ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ മക്കൾക്ക് കൊടുക്കാനല്ല, നമ്മൾക്ക് മുതിർന്നവർക്ക് മാത്രം കഴിക്കാനാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ കൂടുതൽ ഗ്രീൻ ചില്ലിയും കുറച്ച് ചില്ലി പൗഡറും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ ക്യാരറ്റ് മെഴുക്ക് പുരട്ടിക്ക് ഒരു പ്രത്യേക സ്വാദാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ലഞ്ചിന് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരുപാട് കറികളോ കാര്യങ്ങളോ ഒന്നും വെക്കുന്നില്ല. വീക്ക് ഡേയ്സിൽ നമ്മുടെ ലഞ്ചെന്ന് പറയുന്നത് ഒരേ ഒരു വെജിറ്റബിൾ, എന്തെങ്കിലും ഒരു ഫ്രൈ, അത്രയൊക്കെ തന്നെ ധാരാളം. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മക്കൾക്കുള്ള ചോറും കാര്യങ്ങളൊക്കെ കൊടുത്തു, മക്കൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു. എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ലഞ്ച് കഴിക്കാനുള്ള ടൈമായി. ഞാനെല്ലാം ടേബിളിലേക്ക് സെർവ് ചെയ്തൊന്നും വെക്കുന്നില്ല. കിച്ചണിൽ വെച്ച് തന്നെ എനിക്ക് വേണ്ടി ആവശ്യത്തിനുള്ള ചോറ് ഞാൻ വിളമ്പി എടുക്കുകയാണ്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് മോര് കാച്ചണം. ഇപ്പം ചോറാണെങ്കിൽ കുറച്ച് മോര് കാച്ചിയത് മിക്ക ദിവസങ്ങളിലും ഉണ്ടാവും. കാരണം മോൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. മോൾക്ക് മോര് കാച്ചിയതും ചമ്മന്തിപ്പൊടി, അമ്മച്ചിയുടെ നാട്ടിൽ നിന്നുള്ള ചമ്മന്തിപ്പൊടി. അപ്പോൾ ആ ചമ്മന്തിപ്പൊടി ഈ മോര് കാച്ചിയതും ഉണ്ടെങ്കിൽ ചോറിന് വേറെ കറികളൊന്നും ഇല്ലേലും ആസ്വദിച്ച് കഴിച്ചോളും. അതാണ് ഇപ്പോൾ ഇത് എനിക്ക് കഴിക്കാനുള്ള ലഞ്ചാണ് ഞാൻ എടുക്കുന്നത്. കുറച്ച് ചൂട് ചോറെടുത്തു, അതിൻ്റെ മുകളിലേക്ക് എനിക്ക് വേണ്ട കുറച്ച് മോര് കാച്ചിയത്, പിന്നെ നമ്മുടെ കുഞ്ഞ് മത്തി വറുത്തത്. ഇപ്പം 2-3 ദിവസമായിട്ട് മത്തി കണ്ട് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവില്ലേ. പക്ഷേ ഞാൻ കഴിച്ച് എനിക്ക് ബോറടിക്കുന്നില്ല. കാര്യം
കാര്യം എന്ന് വെച്ചാൽ നല്ല കുഞ്ഞൻമത്തി, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല കുഞ്ഞൻമത്തി. അതുകൊണ്ടാണ് വേറെ ഒന്നും എടുക്കാൻ തോന്നാത്തത്. കാരണം ഈ മത്തി നല്ല ടേസ്റ്റ് ഉണ്ട്, പ്രത്യേകിച്ച് മോര് കാച്ചിയതിൻ്റെയൊക്കെ കൂടെ ആയതുകൊണ്ട് ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതാ കുറച്ച് കൂടുതൽ ക്യാരറ്റ് മെഴുക്ക് പുരട്ടി, പിന്നെ ചമ്മന്തിപ്പൊടി, പിന്നെ കുറച്ച് ഗാർലിക് പിക്കിളൊന്നും അങ്ങനെ ലഞ്ചിന് എനിക്ക് ചോറിന് പിക്കിൾ അത്ര വലിയ നിർബന്ധമുള്ള ആളല്ല. പിന്നെ കുപ്പിയിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത് കൊണ്ട് എടുക്കുന്നു. ഇന്ന് കുറച്ച് ഗാർലിക് പിക്കിളും കൂടി ചോറിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ലഞ്ചെന്ന് പറയുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ലഞ്ച്. അപ്പോൾ ചോറ് കഴിക്കുകയാണ്. കുറച്ച് മോര് കാച്ചിയതും കുറച്ച് ചമ്മന്തിപ്പൊടിയും കുറച്ച് ഗാർലിക് പിക്കിളും മത്തി പൊരിച്ചതും ക്യാരറ്റ് മെഴുക്ക് പുരട്ടിയും എല്ലാം കൂടെ ചേർത്തിട്ട് ചോറ് കഴിക്കുകയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, ഒന്നും കുക്ക് ചെയ്തില്ലെങ്കിലും പ്ലേറ്റിൽ വിളമ്പി വെച്ച് കഴിയുമ്പോഴത്തേനും വിഭവസമൃദ്ധമായിട്ടുള്ള ഫുഡ് തന്നെ ആവാറുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് അറിയില്ല, കാരണം കയ്യിൽ സ്റ്റോക്ക് പിക്കിളുണ്ട്, ചമ്മന്തിപ്പൊടിയുണ്ട്, അങ്ങനെ മോര് കുറച്ച് ഫ്രിഡ്ജിൽ കാച്ചി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം. കറി ഒന്നും ഇല്ലയെന്ന് വിചാരിക്കും, പക്ഷേ കഴിക്കാൻ തുടങ്ങുമ്പോൾ കറി വിഭവസമൃദ്ധമായിട്ടുള്ള ഒരു ലഞ്ച് തന്നെ റെഡി ആവാറുണ്ട്. അപ്പോൾ ഞാൻ ചോറ് കഴിക്കുന്നത് മോള് അടുത്ത് വന്നിരുന്ന് നോക്കുകയാണ്. പിന്നെ അതിനുശേഷം ചോറൊക്കെ കഴിച്ചതിന് ശേഷം എന്തെങ്കിലും ചെറുതായിട്ട് മധുരം കഴിക്കാൻ തോന്നി. അപ്പോൾ എൻ്റെ സ്വീറ്റ് ബോക്സ് ഞാനൊന്ന് ഓപ്പൺ ചെയ്തതാണ്. ഇത് മറന്നിരിക്കുകയായിരുന്നു, കുറച്ച് ദിവസമായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു സ്വീറ്റ് ബോക്സാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു ഉള്ളിൽ പിസ്ത ഒക്കെ നിറച്ചിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ്. അപ്പം അത് ഒരെണ്ണം എടുത്ത് കഴിച്ചു. എന്നിട്ട് ഒരുപാട് സ്വീറ്റൊന്നും കഴിക്കുന്നില്ല. എന്നിട്ട് ബോക്സ് അങ്ങ് അടച്ച് വെച്ച് മാറ്റി വെച്ചു. പിന്നെ ഡിന്നറായപ്പോഴത്തേനും വൈകുന്നേരം ചായ, കാപ്പി, ജ്യൂസ്, സ്നാക്സ് ഒന്നും തന്നെ കഴിച്ചില്ല. എന്തൊക്കെയോ കുഞ്ഞു കാര്യങ്ങളൊക്കെ സ്നാക്സ് കഴിച്ചു. പിന്നെ അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് അങ്ങ് വിട്ടുപോയി. രാത്രി ആയപ്പോഴത്തേനും നമ്മൾ ഡിന്നറിന് വേണ്ടി എടുക്കുന്നത് രാവിലത്തെ സെയിം ദോശ മാവുണ്ടായിരുന്നു. അപ്പോൾ ദോശയും, പിന്നെ മക്കൾക്ക് സാറായ്ക്ക് മസാല ദോശ വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പൊട്ടറ്റോയും വളരെ കുറച്ച് ക്യാരറ്റും കൂടെ ചേർത്തിട്ട് ഒരു നമ്മളുടെ പൂരിയുടെ ബാജി ഉണ്ടല്ലോ, പൂരിയുടെ മസാല ഉണ്ടാക്കുമല്ലോ, ആ ഒരു കുറച്ച് മസാല ഉണ്ടാക്കിയെടുത്തു. വളരെ തിന്നായിട്ട് ദോശ ചുട്ടതിന് ശേഷം ഞാൻ ദോശയുടെ ഉള്ളിൽ സ്റ്റഫ് ചെയ്യാണ്. എന്നിട്ട് ഒരു മസാല ദോശ രീതിയിൽ കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മക്കൾക്കുള്ള കൊടുത്തു. അപ്പോൾ എൻ്റെ ഡിന്നർ എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ ഡിന്നർ ഇപ്പോൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഡിന്നറിന് വേണ്ടിയിട്ട് റെഡിയാക്കുന്നത് മസാല ദോശയാണ്. വളരെ സിമ്പിളായിട്ടുള്ള തട്ടിക്കൂട്ട് മസാല ദോശ. പക്ഷേ തട്ടിക്കൂട്ടാണെങ്കിലും കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്നത് പോലത്തെ ഒരു സെയിം ഫീലോട് കൂടിയിട്ട് കഴിക്കാൻ പറ്റി. അപ്പോൾ ഞാൻ 2 ദോശ, നോർമലി തിന്നായിട്ടുള്ള ദോശ ചുടുന്നു. അതിലേക്ക് ഉള്ളിലിങ്ങനെ നമ്മുടെ പൊട്ടറ്റോ ക്യാരറ്റ് മസാല ഫില്ല് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ വളരെ തിന്നായിട്ടുള്ള വളരെ ചെറിയ 2 മസാല ദോശ ഞാൻ റെഡിയാക്കി. അപ്പോൾ മോൾ ആഗ്രഹം പറഞ്ഞുകൊണ്ടാണ് ഞാൻ രാത്രി മസാല ദോശ റെഡിയാക്കിയത്. അവൾക്ക് മസാല ദോശ കഴിക്കാൻ തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പൊട്ടറ്റോയും കുക്കർ എടുത്തിട്ട് കുറച്ച് പൊട്ടറ്റോയും ക്യാരറ്റും വേവിച്ച് കഴിഞ്ഞാൽ പിന്നെ താളിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സംഭവം സെറ്റായല്ലോ. ഞാൻ പിന്നെ ഈ ഒരു കുക്കിംഗ് വീഡിയോ ഷെയർ ചെയ്യാഞ്ഞത് കാരണം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കുക്കിംഗ് ഷെയർ ചെയ്തു, ലഞ്ചിൻ്റെ കുക്കിംഗ് ഷെയർ ചെയ്തു. ഇനി ഡിന്നറും കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോവും. പിന്നെ കുക്കിംഗ് കണ്ട് നിങ്ങൾക്ക് ബോർ അടിക്കും. അങ്ങനെ നമ്മുടെ ഡിന്നറിൻ്റെ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിന്നറിന് വേണ്ടി ഞാൻ എടുത്തിരുന്നത് വളരെ ചെറിയ 2 മസാല ദോശയും ചട്നിയും, എൻ്റെ കയ്യിൽ കുറച്ച് സാമ്പാറുമായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ട് ഞാൻ എൻ്റെ ഡിന്നർ കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ മനസ്സിലായല്ലോ, കംപ്ലീറ്റ്ലി ഹോംലി മീൽസാണ്. അപ്പോൾ ഹോം മെയ്ഡ് ടേസ്റ്റി ഡിഷസ് ആണ്. അപ്പോൾ വീക്കെൻഡൊക്കെ ആകുമ്പോൾ പുറത്തു പോകുന്ന വിശേഷങ്ങളും കഴിക്കുന്ന റെസ്റ്റോറൻറ്റ് വിശേഷങ്ങളും ഒക്കെ ഷെയർ ചെയ്യാം. അപ്പോൾ എൻ്റെ വീക്ക് ഡേയിലെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റായിട്ടും ലഞ്ചായിട്ടും ഡിന്നറായിട്ടും എല്ലാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹോംലി ഡിഷസ്. അപ്പോൾ വളരെ ആസ്വദിച്ച് ഞാൻ എൻ്റെ ഡിന്നർ കഴിക്കട്ടെ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.